കോടമഞ്ഞിൽ കുളിരണിഞ്ഞ നഗരം. മണിക്കൂറുകളോളം നീണ്ട കോട ജനജീവിതം ദുസ്സഹമാക്കി. കോടമഞ്ഞിൽ ആറാടാൻ വന്നവരാണ് ഇവരെന്ന് ആരും കരുതണ്ട. ഇത് കോടമഞ്ഞല്ല, വിഷപ്പുകയാണ്. അതെ, പ്ലാസ്റ്റിക് കത്തിപ്പിടിച്ച് ആളിക്കത്തിയ തീയിൽ നിന്നും ഉയർന്നു പൊങ്ങിയ പുക ശ്വസിക്കാനാകാതെ കൂടി നിന്നവർ ഓടിമാറി. ചാലക്കുടി നഗരസഭയിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറകിലുള്ള ചാലക്കുടി നഗരസഭയുടെ തന്നെ മെറ്റീരിയൽ കളക്ഷൻ സെന്ററിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ തീപിടുത്തമുണ്ടായത്. ഹരിതകർമ്മസേന വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിച്ച് വേർതിരിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. സംഭവ സമയം ഹരിതകർമ്മസേനാംഗങ്ങളും പ്ലാസ്റ്റിക് കയറ്റിക്കൊണ്ടുപോകാൻ വന്ന ഏജൻസിയുടെ ആളുകളും സ്ഥലത്തുണ്ടായിരുന്നു. സ്ഥാപനത്തിലുണ്ടായിരുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് നഗരസഭാ അധികൃതരെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമം ആരംഭിക്കുകയും ചെയ്തു. കനത്ത ചൂട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്ന് അധികൃതർ പറയുന്നു. ആ ചൂട് തീയണയ്ക്കുന്നതിനും പ്രതികൂലമായി നിന്നു. ചാലക്കുടി, അങ്കമാലി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടും തീയണയ്ക്കാൻ മണിക്കൂറുകളോളം കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ തീയണയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ അവ പ്രവർത്തിപ്പിക്കാനായില്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പറമ്പിലേക്ക് തീ പടരാതിരുന്നത്. ഇവിടെ പലപ്പോഴായി തീപിടുത്തവും ഉണ്ടാവാറുണ്ട്. തൊട്ടടുത്ത് തന്നെ ഗ്യാസ് ഏജൻസിയുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നത് കാര്യത്തിന്റെ ഗൗരവം ഏറെ കൂട്ടുകയും നാട്ടുകാരെ ഭയത്തിലാഴ്ത്തുകയും ചെയ്തു. തൽക്കാലം വിഷപ്പുകയിൽ കാര്യങ്ങൾ അവസാനിച്ചു. വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതിന്റെ കറുത്തിരണ്ട പുകയുന്ന ഓർമ്മപ്പെടുത്തലായി. കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ ഈ മുന്നറിയിപ്പ് ഏവരെയും പ്രാപ്തരാക്കട്ടെ. ചാലക്കുടി നഗരസഭയുടെ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങളുടെയും വീടുകളിലെയൊക്കെ മാലിന്യങ്ങൾ സംഭരിക്കുന്ന MCFിനോട് സമീപത്തുള്ള സ്റ്റോക്കിനാണ് ഇപ്പോൾ തീപിടിച്ചിട്ടുള്ളത്. കടുത്ത ചൂടിനെ തുടർന്നിട്ടായിരിക്കണം ഏതെങ്കിലും കാരണവശാൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. 4-5 പേര് ഇവിടെ ഇത് കളക്ഷനുകൾ തരംതിരിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത് കയറ്റി കൊണ്ടുപോകാനുള്ള ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസിയുടെ ആളുകളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഇവിടുത്തെ ജീവനക്കാർ ഹരിതകർമ്മസേന മുനിസിപ്പാലിറ്റി വിവരം അറിയിച്ചു. ഫയർഫോഴ്സിന്റെ സംഘം ചാലക്കുടി, അങ്കമാലി, പുതുക്കാട് ഭാഗത്തു നിന്നൊക്കെ അവർ എത്തിച്ചേർന്നിട്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ ഇതിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥാപനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഫയറുമായി ബന്ധപ്പെട്ട നമ്മുടെ സംവിധാനം നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നുണ്ടെങ്കിൽ അതിന്റെ ആളുകള്, ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് നിലവിൽ ഇവിടെ ഇല്ല. അത് സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടാണ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഫയർഫോഴ്സ് ആവശ്യമായിട്ടുള്ള യൂണിറ്റുകളൊക്കെ എത്തി തീയണയ്ക്കാനുള്ള ശ്രമവും, ഒപ്പം തന്നെ നഗരസഭയുടെ ജീവനക്കാരും എല്ലാവരും അതിൽ സജീവമായിട്ട് നാട്ടുകാരൊക്കെ പങ്കാളികളായിട്ടുണ്ട്. ഇപ്പോ ചാലക്കുടി, അങ്കമാലി, പുതുക്കാട് യൂണിറ്റുകൾ, ഇരിങ്ങാലക്കുട 4 യൂണിറ്റുകളിൽ നിന്നാണ് ഇപ്പൊ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു മണിക്കൂറോളം ഞാൻ നിൽക്കുന്നത്. ഈ 1 മണിക്കൂർ മുന്നേ സ്റ്റാർട്ടിങ്ങിൽ സംഭവം ഉണ്ട്. വർക്കിംഗ് ആയിരുന്നെങ്കിൽ ഇത്രയും രൂക്ഷാവില്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ സംഭവം തീ പോകുമായിരുന്നു. ഇത്രയും രൂക്ഷമായാലും ഇപ്പോഴും ഫയർഫോഴ്സും കാരണം അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. ചാലോടി യൂണിറ്റ്, മാള യൂണിറ്റ്, കാമ്പള്ളി യൂണിറ്റ് ടീമുകളൊക്കെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ സംഭവം സ്റ്റാർട്ടിങ് അറിയാൻ ഇത്ര പ്രശ്നമില്ല. ഇത് വർക്കിംഗ് അല്ല. എന്തുകൊണ്ട് വർക്കിംഗ് അല്ലെന്ന് വെച്ചാൽ ഇത്രയും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ചാലക്കുടി ടൗൺ ശുദ്ധിഭാഗത്ത് സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് വർക്കിംഗ് അല്ല? അതോറിറ്റി ഒന്നല്ലെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനോ തുടങ്ങണം. അല്ലാണ്ട് സ്പോർട്സ് കൗൺസിലും മാത്രം റെസ്ക്യൂസ് കൊണ്ട് കാര്യമില്ല. കാരണം ഇത്രയും എക്സ്പെൻസീവ് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും സംഭവം വെച്ചിട്ട് ആർക്കും ഉപയോഗിക്കാറില്ല. ശ്രീലക്ഷ്മി സിൽക്സ്, ചാലക്കുടി. മറ്റാരും നൽകാത്ത മൂല്യം. ലക്ഷ്മി ജ്വല്ലറി, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, നോർത്ത് പരവൂർ. ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ. ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ. ഫണ്ട് അറേഞ്ച് ചെയ്യണം. ITU ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ, പിന്നെ ടെൻഷൻ. എന്റെ NRI ഡിപ്പോസിറ്റ് ITU ബാങ്കിലാ. ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ITU തന്നെ. മനസ്സറിഞ്ഞ സൗഹൃദം, ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്. പവിത്ര വെഡിങ്സ് ചാലക്കുടി ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 10% മുതൽ 25% വരെ ഡിസ്കൗണ്ട്. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ്. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ചാലക്കുടി. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. കാവുങ്കൽ ഹൈപ്പർ മാർക്കറ്റ്. ഗ്രോസറി, ക്രോക്കറി, ബേക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, നിത്യോപയോഗ സാധനങ്ങൾ, പച്ചക്കറികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് അതിവിപുലമായ കളക്ഷൻ, വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കാവുങ്കൽ ഹൈപ്പർ മാർക്കറ്റ്. കൂടാതെ നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ വൈവിധ്യമാർന്ന സെലക്ഷനുമായി കാവുങ്കൽ സിൽക്സ് ആൻഡ് സാരീസ്. ഇനി കുടുംബസമേതം ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടാനുസരണം സ്വന്തമാക്കാൻ